ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇതിന് മുന്നേ ഞാൻ ചെയ്തിരുന്ന ഒരു SR വ്ളോഗിനെ കുറിച്ച്. ആ ചാനലിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഈ ലോക്ക്ഡൌൺ കാലഘട്ടത്തിലാണ് സത്യം പറഞ്ഞാൽ ഒത്തിരി പേര് കൂണ് പോലെ ഇങ്ങനെ യൂട്യൂബ് തുടങ്ങി വന്ന ഒരു കാലഘട്ടമായിരുന്നു അന്ന്. ആ സമയത്ത് വേറെ ഇതുപോലെ കുറെ ലൈവ് നടത്തുക, ശരീരഭാഗങ്ങളൊക്കെ പുറത്ത് കാണിക്കുക, നിഷാന വ്ളോഗൊക്കെ പോലെ. അന്ന് അത് വലിയ കുറ്റമായിട്ട് എല്ലാവരും എടുത്ത് പറഞ്ഞിട്ടുണ്ട്. കുട്ടികളെ വഴിതെറ്റിക്കുന്ന അതാണ് ഇതാണെന്നും പറഞ്ഞ് വളരെയധികം എല്ലാവരും റിയാക്ഷൻ ചാനലിടുന്ന എല്ലാവരും ഇട്ടിട്ടുണ്ട്. ആ നിഷാന വ്ളോഗ് എന്നും പറഞ്ഞുള്ള അവരിപ്പോഴും അതൊക്കെ തന്നെ പിന്തുടരുന്നുണ്ട്. പക്ഷെ പിന്നീട് ഇങ്ങോട്ട് ഇപ്പൊ വന്നിട്ട് ഇപ്പൊ SR വ്ളോഗ് കാണിക്കുന്ന എന്താണ്, ഫാമിലിയാണ്. അതൊരു ഫാമിലി വ്ളോഗാണ്. അച്ഛനും അമ്മയും ഭാര്യയും ഭർത്താവും ഒരു കൊച്ചുമുള്ള ഒരു ഫാമിലി വ്ളോഗ് ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തു. പക്ഷെ അവരുടെ പോൺ സൈറ്റ് അവർക്കുണ്ട്. ആ സൈറ്റിൽ അവര് ഈ ഫാമിലി വ്ളോഗില് കിടപ്പറ രംഗം മുഴുവനായിട്ട് കാണിക്കില്ലെങ്കിലും അത്യാവശ്യമൊക്കെ കാണിച്ചുള്ള എപ്പോഴുള്ള ഹസ്ബൻഡും വൈഫും ആയിട്ടുള്ള ഇന്റിമസി ആയിട്ടുള്ള സീനുകൾ തന്നെ ഇട്ടുകൊണ്ടിരിക്കും. പാട്ടുവിട്ട് അങ്ങനെ തന്നെയാണ് മുഴുവൻ ശരീരഭാഗങ്ങളും കാണിച്ച്. യൂട്യൂബിൽ അത്രയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ യൂട്യൂബിന്റെ നിയമം വെച്ച്. അതായിരിക്കാം അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോഴത്തെ പോൺ സൈറ്റിൽ പോയിട്ട് സ്വന്തം ഭാര്യയെ വേറൊരുത്തിന് കൂട്ടിക്കൊടുക്കുന്ന ഒരു സീൻ കഴിഞ്ഞ വീഡിയോ ഞാൻ ഇട്ടിരുന്നു. കാണാത്തവർക്ക് വേണ്ടി ഇടാം. കാരണം ഈ ചാനലിനെ പറ്റി നമുക്ക് അതുകൂടെ കാണിച്ചു പറയുമ്പോഴേ നമുക്ക് ഇവരെന്താണ്, നമ്മുടെ കേരളത്തിൽ തന്നെയാണ് ഇത് നടക്കുന്നത്. കാരണം ഈ വ്യഭിചാരം എന്ന് പറയുന്ന ഒരു കലയാക്കി മാറ്റുക എന്ന് പറയുന്നത് ഒരു കലാരൂപം പോലെ അവര് കാണിക്കുന്നത്. അല്ലാതെ അവർക്ക് യാതൊരു ചടപ്പുമില്ല മുഖത്ത്. എന്തോ ഒരു വലിയ മഹത് കാര്യം ചെയ്യുന്ന പോലെയാണ്. അല്ലാതെ അവരെ അഭിനയിക്കുന്ന ഒന്നുമല്ല. കുറെ പൊട്ടന്മാര് വന്ന് അത് സ്ക്രിപ്റ്റ് അഭിനയിക്കുന്ന ചേച്ചി ഒരു അഭിനയമല്ല, ഒറിജിനൽ അത്. കാരണം ഇപ്പൊ ആൾക്കാർ ചോദിക്കും, ചേച്ചി അത് അവരുടെ വീഡിയോ പോയി കണ്ടോന്ന്. ഒരു റിയാക്ഷൻ ഇടാൻ ഞാൻ അവരുടെ വീഡിയോ പോയി കണ്ടാൽ മാത്രമേ എന്റെ ഈ സീൻ കിട്ടൂ എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന നിങ്ങളുടെ മണ്ടത്തരം. അപ്പൊ ആ സീൻ ഒന്ന് കാണിക്കാം. നീ എല്ലാടെ പരിപാടി പ്ലാൻ ചെയ്തത്? ഞാനൊന്ന് പറയട്ടെ. പറയണ എന്താന്ന് വെച്ചാ അങ്ങനെ അങ്ങ് ചുമ്മാ ഇവിടെ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല. എടാ അടിയാ, ഞാൻ അങ്ങനെ ഒരു ഉദ്ദേശത്തോടെ എങ്ങനെ അയ്യോടാ സെക്കൻഡ് എന്തൊരു സെക്കൻഡ് അല്ല പിന്നെ ഏതല്ല ഒന്നുമില്ല. അയക്കോ എന്താ തെച്ചാ അയക്കോ. നോക്കാം. സ്വന്തം ഭാര്യയാണ് മറ്റൊരുത്തനെ കൂട്ടിക്കൊടുക്കാനും അത് വീഡിയോ പിടിക്കാനുള്ള വിശാല മനസ്സ്. 14 വയസ്സുള്ള ദമ്പതികളാണ്, സ്നേഹിച്ച് കല്യാണം കഴിച്ചവരാണെന്ന് പറയുന്ന ഒരു കൊച്ചുമുണ്ട്. നമുക്കൊക്കെ ആ കൊച്ചിന്റെ മുഖത്തോട് സത്യം പറഞ്ഞാൽ നോക്കാൻ നമുക്ക് തോന്നുന്നില്ല ഇവർ ഈ കാട്ടിക്കൂട്ടുന്നതൊക്കെ കാണുമ്പോൾ. അതൊരു സൈഡിൽ ഇങ്ങനെ നടക്കുന്നു, മറു സൈഡിൽ അച്ഛനും അമ്മയും എല്ലാം ആയിട്ടുള്ള ഫാമിലി വ്ളോഗ് യൂട്യൂബിലിടുന്നു. അവിടെയും കാണാൻ കൊള്ളാത്ത സംഭവമൊക്കെ തന്നെയാണ് അവിടെ ഇടുന്നത്. പിന്നെ ഒരു പ്രേക്ഷകർക്ക് യാതൊരു കുറവും ഇല്ലെന്നുള്ള നമ്മുടെ കേരളത്തിന്റെ ദാരിദ്ര്യവും, ഏത് കാര്യത്തിലുള്ള ദാരിദ്ര്യമാണെന്നൊക്കെ അറിയാലോ. അതുകൊണ്ട് പ്രേക്ഷകർക്ക് യാതൊരു കുറവുമില്ല. കുറെ തെറിയൊക്കെ വിളിക്കും അവരെ, എന്നാലും വ്യൂസിന് ഒരു കുറവുമില്ല. വളരെയധികം ഉണ്ട്. പ്രോത്സാഹനം ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെ പ്രോത്സാഹിപ്പിച്ച് ജനങ്ങളുടെ പ്രോത്സാഹനം പെട്ടെന്ന് ടപ്പേന്ന് അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വിട്ട് അവർക്ക് പ്ലേ ബട്ടൺ കിട്ടിയായിരുന്നു. അവരത് വെച്ച് ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് കാറൊക്കെ വാങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞ വ്ളോഗ് ഞാൻ പറഞ്ഞിരുന്നു. പ്ലേ ബട്ടനും കിട്ടിയായിരുന്നു. പ്രതീക്ഷയൊന്നുമില്ല. കൈ കിട്ടി. ഈ സാധനം ഓപ്പൺ ചെയ്ത് നോക്കാം. തുറന്ന് നോക്കുമ്പോ ഇത് തന്നെയാണ്. നോക്കാം. ഓപ്പൺ ചെയ്യാം. ആദ്യമായിട്ടാണ് വരുന്നത്. ഇതേപോലെ വെച്ചുകൊണ്ടിരിക്കുന്നത് ഭയങ്കര വിഷമമുള്ള സംഭവമായിരുന്നു നമുക്ക്. സാധാരണഗതിയിൽ അറിവ് പകരുന്ന വീഡിയോ ഒക്കെ ചെയ്ത് ചാനൽ തുടങ്ങി കഷ്ടപ്പെട്ട് എന്തെല്ലാം ചെയ്താലും 1 ലക്ഷം സബ്സ്ക്രൈബറെ ഒന്നും കിട്ടത്തുമില്ല. പ്ലേ ബട്ടനും കിട്ടിയാലും ഒരു തേങ്ങയും കിട്ടത്തില്ല. ആൾക്കാർ കിടന്ന് കൈയും കാലും ഇട്ട് അടിക്കുന്നുണ്ട്. പക്ഷെ ഇവരൊക്കെ നിഷ്പ്രയാസമാണ് എടുക്കുന്നത് ഈ ഫാമിലി വ്ളോഗൊക്കെ. ഇത് കാണിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മറ്റുള്ളവരൊക്കെ ഈ ലൈവ് നടത്തുവോ എന്തെങ്കിലുമൊക്കെ കാണിക്കുമെങ്കിലും കുറെ ശരീരഭാവമൊക്കെ കാണിക്കും, ഓരോ വേഷം കെട്ടും എല്ലാം കാണിക്കും. പക്ഷെ ഇവര് മറ്റുള്ളവരിൽ നിന്നൊക്കെ പൂർണ്ണമായിട്ടും വ്യത്യസ്തരായ ഒരു ദമ്പതികളാകട്ടോ. തൊലിക്കട്ടി എന്ന് പറഞ്ഞ ഇവര് എങ്ങനെ അടുത്തുള്ള ഒരു പലചരക്കടയിലൊക്കെ പോകുന്ന ഞാൻ ആലോചിക്കുന്നു. ഒരു പാല് വാങ്ങാനോ അരി വാങ്ങാനോ പച്ചക്കറി വാങ്ങാനോ ഒക്കെ എങ്ങനെ പോകും എന്നുള്ളതാണ് അതെനിക്ക് മനസ്സിലാവാത്ത കാര്യം കേട്ടോ. ഇവര് കേരളത്തിൽ തന്നെയല്ലേ ജീവിക്കുന്നത്, എന്താണ് അവസ്ഥയെന്നൊന്നും അറിയത്തില്ല. ഏതായാലും SR വ്ളോഗ് എന്നും പറഞ്ഞ് ഉള്ള ഒരു യൂട്യൂബ് ചാനലാണ്. അവർക്ക് വേറെ പോൺ സൈറ്റ് ആയിട്ട് വേറെ ഉണ്ട്. അത് പൈസ അടയ്ക്കണമെന്ന് തോന്നുന്നു കയറി കാണാന്. ഏതായാലും ഇപ്പം ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ സ്വന്തം പെങ്ങള്, അതിസുന്ദരിയായ ഒരു പെൺകുട്ടി, അവരുടെ സ്വന്തം പെങ്ങള് വന്നിട്ടുണ്ട്.
സ്വന്തം സഹോദരന് ഈ വക എല്ലാ കാര്യത്തിനും ഫുൾ സപ്പോർട്ടുമായിട്ട്. അതങ്ങോട്ട് ദഹിക്കുന്നില്ലെന്ന് പറയാം. എനിക്കൊക്കെ കണ്ടിട്ട് ചിന്തിച്ചിട്ട് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല ഇതെന്താണെന്നുള്ളത് കേട്ടോ. പെങ്ങള് പറയുന്നൊന്ന് കേക്ക്. ബുദ്ധി വളർച്ചയില്ലാത്ത കുട്ടിയാണല്ലോ. ഇത് എന്റെ ചേച്ചിയാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുവോ? ഇല്ല, കണ്ടാ തോന്നുന്നുണ്ട്. കണ്ടാ തോന്നുന്നുണ്ട് ഇതിനെ. ഇതാണ് എന്റെ ചേച്ചി, മൈ സിസ്റ്റർ. ചേച്ചിയായിട്ട് കളി ചോദിച്ചുകൊണ്ട് വരണം നമ്മുടെ അടുത്തൊക്കെ. എനിക്കൊന്നും പറയാനില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ വീട്ടിലുള്ള കാര്യങ്ങൾ, അവരുടെ വീട്ടിലെ ശീലങ്ങളാണ്. എല്ലാം ഊരിട്ടിട്ട് നിക്കണേ കുഞ്ഞാവ. എന്തിനാ തന്നെ ആരും ഊഞ്ഞാലിട്ട് പെങ്ങളെ കളിക്കാന്ന് ചോദിക്കരുതെന്നോ ഇനി അത് ചോദിച്ചു വരരുതെന്നോ എന്താണോ പറഞ്ഞതിന്റെ പെങ്ങളുടെ മറുപടിയും കേട്ടില്ല. എന്താണേലും ഹസ്ബൻഡ് സ്വന്തം സഹോദരനും നാത്തൂനും ചെയ്യുന്ന പ്രവൃത്തി ഏതാന്ന് ഫുള്ളായിട്ടറിയാം. അവർക്ക് ഫുൾ സപ്പോർട്ട് കൊടുക്കുന്ന ഒരു പെങ്ങള്. അതാണ് നമ്മൾ കണ്ടത്. നമ്മുടെ കേരളത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യരുടെ ഒരു ചിന്താഗതികൾക്ക് എല്ലാം അതീതരായിട്ട് വളരെ വളരെ വ്യത്യസ്തരായ ഒരു ചിന്താഗതി പരസ്യമായിട്ട് ഇങ്ങനെ വന്നു നിന്ന് എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ തോന്നി. എന്തോ ഒരു വലിയ മത്സര പരീക്ഷയിലൊക്കെ പങ്കെടുത്ത് സമ്മാനം നേടിയിട്ട് വന്നിട്ട് അഭിമാനത്തോടു കൂടി നമ്മളൊരു ഇന്റർവ്യൂ ഒക്കെ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അഭിമാനമൊക്കെ മുഖത്ത് തോന്നിയല്ലേ, അതേപോലെയല്ലേ ഈ പെൺകുട്ടി, ഈ പെങ്ങള് കൊച്ചിന്റെ മുഖത്താണേലും തോന്നുന്നത്. എന്താണ് ഈ കാണിക്കുന്നത്? ഇത് എവിടെയാ കാണിക്കുന്നത്? ഇത് എന്താണെന്നാണ് സത്യം പറഞ്ഞാൽ കാണുമ്പോൾ അങ്ങോട്ട് അയ്യോ ഇതെന്താ ഇത് എന്ന് നമുക്ക് തോന്നും. ഞാൻ ഒരു കമന്റ് വായിച്ച് ഏൽപ്പിക്കാം. അതാണ് കറക്റ്റായിട്ട് എനിക്ക് തോന്നിയത്. കറക്റ്റ് വാചകം. ഒരു കമന്റേ ഞാൻ വായിക്കുന്നുള്ളൂ, ബാക്കിയുള്ള കമന്റ് ഒന്നും വായിക്കത്തില്ല. ഇടയ്ക്കിടയ്ക്ക് പുട്ടിന് വീരയിടുന്ന പോലെ ആൾക്കാർ തെറിയാണ് എഴുതി വെച്ചിരിക്കുന്നത്. അത് നമ്മൾ അറിയാതെ ഇങ്ങനെ വായിച്ചു പോകും. അതുകൊണ്ട് ആ കമന്റുകൾ വായിക്കുന്നില്ല. ഒരു കമന്റ് ഞാൻ വായിക്കാം. എനിക്കും ഇത് കേട്ടപ്പോൾ തോന്നിയ, ചേച്ചിയും വെടിയാണോ? നിങ്ങൾക്കൊരു ബിഗ് സല്യൂട്ട് സാർ. വ്യഭിചാരം ഒരു കലയാക്കി മാറ്റിയത് നിങ്ങളാണ്. പണ്ടൊക്കെ വെടികൾക്ക് ഒരു മറയും ഒരു പുച്ഛവും ഉണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ അത് മാറ്റിമറിച്ചു. മകളും നിങ്ങളെപ്പോലെ ഉയരങ്ങളിൽ എത്തട്ടെ എന്ന്. സത്യം പറഞ്ഞാൽ ആ കൊച്ചിന്റെ മുഖം കാണുമ്പോൾ എന്റെ പൊന്നെ, അതാണ് ഇവരെവിടെ ജീവിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്. ഞാൻ കാരണം അത് ചിന്തിക്കാൻ കാരണം നാളെ ആ കുട്ടി സ്കൂളിൽ പോകണ്ടല്ലേ. അപ്പൊ ഇതെങ്ങനെ സാധിക്കും എന്നുള്ളതാണ്. സമൂഹത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു പേര് പോകുന്ന ഒരു കേസിൽ, ഒരു ചെറിയ കേസിൽ പെടുവോ, അല്ലെ അഭിമാനം. ഇപ്പൊ തന്നെ നമ്മള് ബസ്സേ വെച്ച് ആ പെൺകുട്ടി കയറി പിടിച്ചെന്ന് പറഞ്ഞതിന്റെ പുറത്ത് ഒരു മരണം നമ്മൾ കണ്ടതല്ലേ. ഒരു അഭിമാനക്ഷത കൊണ്ട് ആ നിമിഷം ആത്മഹത്യ ചെയ്തത് നമ്മൾ കണ്ടതാണ്. അതാണല്ലോ കോളിലൊക്കെ സൃഷ്ടിച്ചത്. അതിന്റെ പിന്നിലെ വികാരം എന്താണ്? അഭിമാനം നഷ്ടപ്പെട്ട ഒരു പെണ്ണിനെ കയറി പിടിച്ചു എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു നിമിഷം പോലും ജീവിച്ചിരിക്കാനുള്ള ഒരു അഭിമാനം അത് സമ്മതിക്കുന്നില്ല. അതുകൊണ്ടാണ് ആത്മഹത്യക്ക് കീഴടങ്ങിയത്. അപ്പൊ ഇവരെന്താണ് ഈ ചെയ്യുന്നതെന്ന് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. ഇവരെന്തോ വലിയൊരു കാര്യം സമൂഹത്തിന് നന്മ ചെയ്ത പോലെയൊക്കെയാണ് ഇവർ വീഡിയോയിലെല്ലാം വന്ന് കാണിക്കുന്നത്. അത് എന്താണെന്നുള്ള ആലോചിച്ചിട്ട് പിടികിട്ടുന്നില്ല. ഈ കൊച്ചിനെയും കൊണ്ട് എല്ലാ വ്ലോഗിലും കാണിച്ച് പരിചയപ്പെടുത്തി, കൊച്ചൊന്നും അറിയാത്ത പാവം കുഞ്ഞ് അത് സംസാരിച്ചു കൊടുത്തും പോകുന്നു. നാളെ അതെങ്ങനെ പുറത്തിറങ്ങും? ഇതൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. സമ്മതിക്കണം, ഇത് നമ്മുടെ നാട്ടിൽ തന്നെ നടക്കുന്നതാണല്ലോ എന്നുള്ളത്. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.